മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയം ഏവനുണ്ടോ? ആയവൻ ഏവരിലും അതിധന്യൻ. സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയം ഏവനുണ്ടോ? ആയവൻ ഏവരിലും അതിധന്യൻ. യാഹിൻ വാസമന്തതികാമ്യം, യാഹിൻ വാസമന്തതികാമ്യം. വാഞ്ചിച്ചു മോഹിക്കുന്നെന്നുള്ളം, ഘോഷിക്കുന്നൻ ഹൃദയം ജഡവും, ഘോഷിക്കുന്നൻ ഹൃദയം ജഡവും. സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയം ഏവനുണ്ടോ? ആയവൻ ഏവരിലും അതിധന്യൻ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഡേവിഡ് പി ഐസക്, ഗുജറാത്ത്. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രമിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ഈ രാവിലെ നാം 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ തുടർ പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 1-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്യാഗത്തെക്കുറിച്ച് ഓർപ്പിക്കുവാനിടയായി. എങ്കിലും ദൈവജനത്തിന് അതൊന്ന് ഓർമ്മ വരേണ്ടതിനായിട്ട് ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിച്ച് കേൾപ്പിച്ച് ചില ചിന്തകൾ 2-ാമത്തെ വാക്യത്തിൽ നിന്ന് വേഗം ഓർപ്പിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം: എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും എന്നാണ് നമ്മൾ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. നമ്മുടെ സമയം വളരെ പരിമിതമായതുകൊണ്ട് നമുക്ക് എല്ലാം മറ്റും ദീർഘമായിട്ട് ചിന്തിക്കാണ്ട് സാധിക്കുകയില്ല. നാം ഈ രാവിലെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുവെച്ചവരായ ആളുകളെക്കുറിച്ചാണ്. ഇതിനു മുൻപ് ഞാൻ ഈ 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ ആധാരമാക്കി ചില മനസ്സാക്ഷിയെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. അവിടെ മനസ്സാക്ഷി തള്ളിക്കളഞ്ഞതായ 2 വ്യക്തികളെക്കുറിച്ച് ഓർപ്പിക്കുകയുണ്ടായി. ഒരു മനസ്സാക്ഷി ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഇതര ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനിൽ നിന്ന് ലഭിച്ചുള്ള പ്രത്യേകതയാണ്. പ്രസ്തുത മനസ്സാക്ഷി നിർമ്മലമായി സൂക്ഷിപ്പാനായിട്ട് വിശ്വാസിക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ട് നല്ല മനസ്സാക്ഷി ഉള്ളവരായിരിക്കാനായിട്ട് അപ്പോസ്തലനായ പത്രോസും 1 പത്രോസ് 3:16 അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പൗലൂസിൻ്റെ ലേഖനങ്ങളുടെ പ്രത്യേകതയിൽ ഒന്ന്, അനേകം പ്രാവശ്യം ഈ മനസ്സാക്ഷിയെക്കുറിച്ച് ഈ പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അന്ന് നിങ്ങളെ ഓർപ്പിച്ചിരുന്നു, എന്തെങ്കിലും ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. 6 പ്രാവശ്യം ഈ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 തിമോത്തിയോസിൻ്റെ 1-ന്റെ 5-ാമത്തെ വാക്യം, 19-ാമത്തെ വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, 4-ന്റെ 2-ാമത്തെ വാക്യം, 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. മറ്റൊന്ന് ഇടയലേഖനമായിരിക്കുന്ന തീത്തോസിൻ്റെ ലേഖനം 1-ന്റെ 15-ാമത്തെ വാക്യത്തിൽ. അവിടെ നമുക്ക് മനസ്സാക്ഷിയെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ വിവിധ മനസ്സാക്ഷിയെക്കുറിച്ചുള്ളൊരു പഠനം അത് നാം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കാരണം മനസ്സാക്ഷി ശരിയല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളും താളം തെറ്റുവാനായിട്ട്, അല്ലെങ്കിൽ ആ നിലയിലുള്ളതായ അതിന് ക്രമക്കേടുകൾ ഉണ്ടാകാനായിട്ടും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ്. പാപം മൂലമാണ് അത് മലിനപ്പെട്ട മനസ്സാക്ഷി അല്ലെങ്കിൽ മനസ്സാക്ഷി മലിനപ്പെടാനായിട്ട് കാരണമായി തീരുന്നത്. ആ നിലയിൽ നമുക്ക് വേഗത്തിൽ ഞാൻ ആ കാര്യം ഒന്ന് ഓർപ്പിക്കുക. ഏതെല്ലാം തരത്തിലുള്ള മനസ്സാക്ഷിയുണ്ട്? ഒന്ന്, കുറ്റം ചുമത്തുന്ന മനസ്സാക്ഷിയുണ്ട്. യോഹന്നാൻ 8:9. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സമയം പോരാ.
ഒരു പാവനിയായ സ്ത്രീയോടുള്ള ബന്ധത്തിലാണ്. 2 ചൂടുവെച്ച മനസാക്ഷി, അതാണിപ്പോൾ നമ്മൾ 1 തിമോത്തി 4:2 നമ്മൾ വായിച്ചു കേട്ടത്. 3 ശുദ്ധീകരിക്കപ്പെട്ട മനസാക്ഷി, എബ്രായർ 9:14. അതുപോലെ തന്നെ 4-ാമത്തത് നിർമ്മല മനസാക്ഷി, 2 തിമോത്തി 1:3, 1 തിമോത്തി 3:9, പ്രവൃത്തികളുടെ പുസ്തകം 24:19. 5 ബലഹീന മനസാക്ഷി, 1 കൊരിന്ത്യർ 8:8, 12 മലിനപ്പെട്ട മനസാക്ഷി, തീത്തോസ് 1:15. സാക്ഷ്യം വഹിക്കുന്ന മനസാക്ഷി, അതുപോലെ അത് റോമാലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. 2-ാമത്തെ അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള ഭാഗങ്ങളിലും 2 കൊരിന്ത്യർ 1:12 നമുക്ക് കാണാൻ കഴിയും. സന്തുഷ്ടമായ മനസാക്ഷിയെക്കുറിച്ച് 1 കൊരിന്ത്യർ 10:28 പറയുന്നുണ്ട്. ദുർമനസാക്ഷിയെക്കുറിച്ചാണ് എബ്രായ ലേഖനക്കാരൻ 10-ാം അധ്യായത്തിൻ്റെ 22 രേഖപ്പെടുത്തുന്നത്. തികവുള്ള മനസാക്ഷിയെക്കുറിച്ച് 9-ാമത്തെ അത് നമുക്ക് കാണാനായിട്ട് കഴിയും. ആ നിലയിൽ വിശ്വാസികൾ ഈ മനസാക്ഷികളെല്ലാം ഒന്ന് ഒത്തുചേർത്ത് ചിന്തിച്ചാൽ വിശ്വാസി വാസ്തവത്തിൽ ഈ മനസാക്ഷികൾക്കനുസരിച്ച് ജീവിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ നാം നമ്മുടെ മനസാക്ഷി കുറ്റപ്പെടുത്തുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം വാസ്തവമായി ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മനസാക്ഷി ശരിയല്ലെങ്കിൽ നാം കണ്ടതും കേട്ടതും എല്ലാം നമ്മുടെ മുൻപിൽ ഒരു കുറ്റമായി തീരും. മറ്റുള്ളവരെക്കുറിച്ച് ഇതരനെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ നമുക്ക് നമ്മളെ മനസാക്ഷി കർത്താവെ ഞാൻ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടതാണോ? രക്ഷിക്കപ്പെട്ട ഒരുവൻ അങ്ങനെ പറയാനായിട്ട് സാധിക്കത്തില്ല, ചിന്തിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ഇന്നുള്ള വിശ്വാസികളുടെ ഓരോരുത്തരുടെയും സ്വഭാവം, കേവലം വിശ്വാസികൾ മാത്രമല്ല, സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സഭാ നടത്തിപ്പുകാരുടെയൊക്കെ മനസാക്ഷികളെ നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഈ കുറ്റം പറച്ചിലും അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇവരൊക്കെ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് പോലും ചിലപ്പോൾ നമുക്ക് സംശയം ഉണ്ടാകേണ്ട വരും. എങ്കിലും ഞാൻ കാര്യങ്ങൾ അത്ര വിസ്തൃതമായ നിലയിൽ മുമ്പോട്ട് പോകുന്നില്ല. വായിച്ച വേദഭാഗത്തേക്ക് മടങ്ങി വരാം. വിശ്വാസത്യാഗത്തിൻ്റെ അടുത്ത ഒരു ലക്ഷണമാണ് വിവാഹം വിലക്കുക എന്നുള്ളത്. അപ്പോൾ വിശ്വാസത്യാഗത്തിന് 2 പ്രധാന ലക്ഷണം. ഒന്ന്, നാം മുമ്പേ കേട്ട് കഴിഞ്ഞു, അനേകർ വിശ്വാസം ത്യജിക്കും എന്നാണ്. 2-ാമത്തത് എന്ന് പറയുന്നത് വിശ്വാസത്യാഗത്തിൻ്റെ 2-ാമത്തെ ലക്ഷണമാണ് വിവാഹം വിലക്കുക എന്നുള്ളത്. സ്വന്തം മനസാക്ഷിയിൽ ചൂടുവച്ചതിൻ്റെ ലക്ഷണമാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെയുള്ളതായ ആളുകൾ വിവാഹത്തിൻ്റെ സ്ഥാപകനും ആലോചനക്കാരനും സ്വർഗസ്ഥനായ ദൈവമാണല്ലോ. അങ്ങനെ ദൈവം തമ്പുരാനാണ് ഈ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. കാരണം ദൈവം തന്നെ പറഞ്ഞു, ഉൽപ്പത്തി 2:18 മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് യഹോവയായ ദൈവം എന്ത് ചെയ്തു? ദൈവം തന്നെ മനുഷ്യന് തക്കതായ തുണയാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കുമ്പോൾ മനുഷ്യൻ അതിൻ്റെ എതിർവശത്തൂടെ, അല്ലെങ്കിൽ വിശ്വാസികൾ അതിൻ്റെ എതിർവശത്തൂടെ അതിനെ മുടക്കാനായിട്ട് പാടില്ല എന്നുള്ള കാര്യം ഓർക്കണം. ആദാം ഹവ്വമാരുടെ വിവാഹം ഏദൻ തോട്ടത്തിൽ വെച്ച് യഹോവയായ ദൈവം നടത്തി. അതേ തുടർന്ന് ദൈവപുത്രൻ ഇഹലോകത്തിലേക്ക് വന്നപ്പോൾ വിവാഹം സംബന്ധിച്ചുള്ള ഉപദേശത്തെ ഉറപ്പിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ ദൈവം ക്രമീകരിച്ചതായ ഈ വിവാഹത്തെ വിലക്കുന്നതായ ധാരാളം ആളുകളുണ്ട്. എനിക്ക് ധാരാളം ഓർമ്മകൾ ഇപ്പോൾ വരുന്നുണ്ട്, പല നിലയിലുള്ളതായ ഓർമ്മകൾ. വിശ്വാസികളായിരിക്കുന്നവർ വിവാഹാലോചനയ്ക്കായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ കണ്ണുമടച്ച് നിങ്ങൾ എന്തിനു വന്നതാണ്, അല്ലേ, ഏത് ഉദ്ദേശത്തിന് വന്നതാണെന്ന് ചോദിച്ചവർ മനസ്സിലാക്കിയിട്ട്, അയ്യോ ആ വീട്ടിൽ നിന്ന് വിവാഹം എടുക്കല്ലേ, അല്ലെങ്കിൽ ഇന്ന വീട്ടിൽ നിങ്ങൾ പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഈ വിവാഹാലോചനക്കാരെ തെറ്റിച്ച് മടക്കി വിട്ടതായ ധാരാളം സംഭവങ്ങളുണ്ട്. ചിലരോട് ചില വിവാഹ ആലോചനകളൊക്കെ പറഞ്ഞാൽ അവരത് എന്ത് ചെയ്യുന്നില്ല, അത് മറ്റുള്ളവരോട് പറയത്തില്ല. അത് മറ്റൊരു കൂട്ടരാണ്. അപ്പോൾ തങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്നോ നല്ലൊരു ഫാമിലി ആയിട്ട് ബന്ധപ്പെടാനായിട്ട് ആഗ്രഹിച്ചാൽ എന്ത് ചെയ്യുന്നില്ല, അതവർ
വിലക്കുകയാണ്. അയ്യോ, ആ സഹോദരൻ ആ ഭവനവുമായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ ഈ പറയുന്ന ആൾ വളരെ വിശ്വാസത്തോടെ ആയിരിക്കും പറഞ്ഞ് ഏൽപ്പിക്കുന്നത്. പക്ഷേ ആ പറഞ്ഞ് ഏൽപ്പിച്ച വ്യക്തി, അത് സുവിശേഷനാവട്ടെ, എൽഡറാകട്ടെ, വിശ്വാസിയാകട്ടെ, ആരുമാകട്ടെ, അവരെന്ത് ചെയ്യുന്നില്ല, അവർ മറ്റൊരാളോട് പറയേണ്ട കാര്യം പറയാതെ എന്ത് ചെയ്യാണ്, അത് തെറ്റി മാറ്റിക്കുന്ന ഒരു സ്വഭാവം നമുക്കിവിടെ കാണാണ്ട് കഴിയും. അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽപ്പെട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, അത് നമ്മെ സംബന്ധിച്ച് നാം എന്ത് ചെയ്യണം, കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. യോഗ്യമല്ലാത്തതിനെ നാം സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. എന്നാൽ വിവാഹം വിലക്കാൻ പാടില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വ്യവസ്ഥയിലെ ഒന്നാണ്. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്ന ആരെങ്കിലും അങ്ങനെയുള്ളതായ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്വഭാവം മാറ്റി ഒരു കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട പാന്താവിലേക്ക് കാലെടുത്ത് വയ്ക്കുവാനായിട്ട് നാം മുഖാന്തരം ഇടയായിത്തീരണം. ദൈവം ഈ വചനം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് ഈ വേദഭാഗം പഠിക്കാം. കർത്താവ് ഇന്നത്തെ വചന പഠനത്തിലൂടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദേവനിലതിയാൻ ആശ്രയം യവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ.